ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പേജ് നമ്പർ 53 രണ്ടാമത്തെ ചോദ്യമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. നമ്മൾ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മുന്നിലുള്ള 2 ചാപ്റ്ററിൻ്റെയും എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചില എണ്ണൽ സംഖ്യകളെ 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി 2 തരത്തിൽ എഴുതാം. ഉദാഹരണമായി, അതായത് 2 പൂർണ്ണവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ ഇട്ട് എഴുതുന്ന നമ്പറിനാണ് പൂർണ്ണവർഗം എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ചില നമ്പറിനെ മാത്രം, ചില എണ്ണൽ സംഖ്യകളെ നമുക്ക് 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാമെന്നാണ് പറയുന്നത്. 24-ന് 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. സം നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. കുറച്ച് നാച്ചുറൽ നമ്പറിന് എല്ലാത്തിനെയും ഒന്നും പറയുന്നില്ല. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 രീതിയിൽ സ്ക്വയർ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ ഉത്തരം കിട്ടും. ഇവിടെ തന്നെ നോക്ക്, 24 കിട്ടാൻ 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ചെയ്താലും 24 കിട്ടും. 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ചെയ്താലും 24 കിട്ടും. ശരിയല്ലേ? അതേപോലെ 32-നെയും 2 വ്യത്യസ്തമായ രീതികളിൽ എഴുതിയിട്ടുണ്ട്. 40-ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? 8-ൻ്റെ തുടർന്നുള്ള ചില ഗുണിതങ്ങളെ കൂടി പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി 2 തരത്തിൽ എഴുതുക. റൈറ്റ് ദ നെക്സ്റ്റ് ഫ്യൂ മൾട്ടിപ്പിൾസ് ഓഫ് 8. എടാ, ഈ 24-ൻ്റെയും 32-ൻ്റെയും 40-ൻ്റെയും ഒക്കെ പ്രത്യേകത എന്താ? ഇതെല്ലാം 8-ൻ്റെ ഗുണിതങ്ങളല്ലേ? ശരിയല്ലേ? 8 × 3 ചെയ്താൽ 24 കിട്ടും. 8 × 4 ചെയ്താൽ 32 കിട്ടും. 8 × 5 ചെയ്താൽ 40 കിട്ടും. ആ നമ്പേഴ്സ് അല്ലേ അവരിവിടെ എഴുതിയത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു, തുടർന്നുള്ള 8-ൻ്റെ കുറച്ച് ഗുണിതങ്ങളൂടി നമുക്ക് ഇതേപോലെ എഴുതി നോക്കണം. അതായത് 2 നമ്പറിൻ്റെ വ്യത്യാസങ്ങളായിട്ട് എഴുതണം. നമ്മുടെ കയ്യിൽ ആരൊക്കെ ഉണ്ട്? 24 ഉണ്ട്, 32 ഉണ്ട്, 40 ഉണ്ട്. അടുത്തത് 8-ൻ്റെ ഏത് ഗുണിത വരിക? 8 × 5 വരെ എഴുതിയില്ലേ? 8 5 40. അടുത്തത് 8 6 48 അല്ലേ? 48-ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. 48 സമം, ഇവിടെ നോക്ക്, 7 5 9 7 11 9. ശരിയല്ലേ? ഇവ തമ്മിലുള്ള പ്രത്യേകത എന്താ? 7 മുതലുള്ള ഒറ്റ സംഖ്യകളാണ് ഇവിടെ വരുന്നത് അല്ലേ? 7 9. 7 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 9 അല്ലേ? 9 കഴിഞ്ഞാൽ 11 അല്ലേ അടുത്ത ഒറ്റ സംഖ്യ? അങ്ങനെയാണ് അടുത്ത ഒറ്റ സംഖ്യ ആരാ? 13. ശരിയല്ലേ? അപ്പോൾ 13 സ്ക്വയർ മൈനസ്, ഇനി ഇപ്പുറത്തെ നമ്പർ എങ്ങനെയാണ് എഴുതിയത് നോക്ക്. ഇവിടെ നോക്ക്, എടാ ഇത് 5 7 9. അതായത് 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത ഒറ്റ സംഖ്യ 7. 5-നോട് 2 കൂട്ടി 7 അല്ലേ? 7 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 9. അപ്പോൾ ഈ എഴുതിയ നമ്പറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? 5 മുതലുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യ. അപ്പോൾ സ്വാഭാവികമായിട്ട് 5ഉം 7ഉം 9ഉം കഴിഞ്ഞാൽ ആരാ അടുത്ത ഒറ്റ സംഖ്യ? ഓഡ് നമ്പർ ആരാ? 11 അല്ലേ? അപ്പോൾ നമുക്ക് 48-നെ എങ്ങനെ മാറ്റി എഴുതാം? 13 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ. എഴുതിക്കൂടെ? ഓക്കെ, ഇനി ഒരു രീതിയിലും കൂടെ എഴുതണം അല്ലേ? ഇത് ചെയ്താലും 48 കിട്ടും. ഇനി ഒരു രീതി കൂടെ. അപ്പോൾ രണ്ടാമത് അവരെഴുതിയ പാറ്റേൺ നോക്കാം നമുക്ക്. എടാ, ഇത് 5 6 7. അപ്പോൾ അടുത്തത് ഏതാ എഴുതുക? 8 9 10. ശരിയല്ലേ? 5-ൽ നിന്ന് തുടങ്ങി തുടർച്ചയായ എണ്ണൽ സംഖ്യകളല്ലേ? നാച്ചുറൽ നമ്പർ അല്ലേ? ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ ഒന്നും അല്ല അല്ലേ? ഓടും ഈവനും ഒന്നുമല്ല, തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ്. 5 6 7 8 9 അങ്ങനെയല്ലേ വരിക? അപ്പോൾ 5 എഴുതി, 6 എഴുതി, 7 എഴുതി. സ്വാഭാവികമായിട്ട് അടുത്തത് ആര് സ്ക്വയറാണ് വരിക? 8-ൻ്റെ സ്ക്വയർ മൈനസ്, ഇനി ഇവിടെ എങ്ങനെയാണ് എഴുതിയത്? 1-ൻ്റെ സ്ക്വയർ, 2-ൻ്റെ സ്ക്വയർ, 3-ൻ്റെ സ്ക്വയർ. അടുത്തത് ആരാ വരിക? 4-ൻ്റെ സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ 48-നെ 8-ൻ്റെ അടുത്ത ഗുണിതമാണ് 48. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8. 8 3 24, 8 4 32, 8 5 40, 8 6 48. 48-നെ മിസ് 2 രീതിയിൽ എഴുതി. ഇത് കണ്ട് ഈ നമ്പറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി എക്സാമ്പിളായിട്ട് തന്ന പാറ്റേൺ നോക്കുമ്പോൾ 7 9 11, അടുത്തത് 13 വരും അല്ലേ? ഈ മൈനസ് ചെയ്ത നമ്പർ നോക്കുമ്പോൾ 5 7 9, അടുത്തത് 11 വരും. ഇത് രണ്ടും ഓഡ് നമ്പേഴ്സ് അല്ലേ? ഒറ്റ സംഖ്യകളല്ലേ? തുടർച്ചയായ ഒറ്റ സംഖ്യകൾ.
ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി. ഇനി രണ്ടാമത് ഒരു രീതിയിലും കൂടി എഴുതാം. വ്യത്യസ്തമായ 2 രീതിയിൽ എഴുതാമെന്നല്ലേ ചോദ്യത്തിൽ പറഞ്ഞത്. അത് നോക്കിയ സമയത്ത് ആദ്യത്തെ സംഖ്യകൾ എങ്ങനെയാണ് എഴുതിയത്? എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പർ 5, 6, 7, സ്വാഭാവികമായിട്ട് അടുത്തത് 8. പിന്നെയോ 1, 2, 3, അടുത്തത് ആര് വരും? 4 എന്ന് വരും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളോട് എത്ര എണ്ണത്തിൻ്റെത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? 8ൻ്റെ തുടർന്നുള്ള ചില ഗുണിതങ്ങൾ കൂടി, ഒന്ന് മാത്രം എഴുതിയാൽ പോരാ. അപ്പോൾ 8, 6, 48. അടുത്തത് 8, 7 എത്രയാ? 56. അങ്ങനെയാണ് 56നെ നമുക്ക് 2 വ്യത്യസ്തമായ രീതിയിൽ എഴുതാം. 7, 9, 11, 13. സ്വാഭാവികമായിട്ട് 13 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 15 സ്ക്വയർ. ഇനി ഇവിടെ എന്താ? 5, 7, 9, 11. 11 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 13 സ്ക്വയർ. അപ്പോൾ ഒരു രീതിയിൽ എഴുതിയില്ലേ? ഇനി ഒരു രീതിയിൽ ഇവിടേക്ക് നോക്ക്. ഇവിടെ നോക്കുന്ന സമയത്ത് 5, 6, 7, അടുത്ത് നമ്മൾ 8 എഴുതി. ഇനി ആരാ വരിക? 9 സ്ക്വയർ മൈനസ്, ഇവിടെ നോക്ക്, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. അടുത്തത് ആരാ വരിക? 5 സ്ക്വയർ. അപ്പോൾ 2 രീതിയിൽ എഴുതിയല്ലോ, അതും കഴിഞ്ഞു. 2 അല്ലേ വർഗ്ഗങ്ങളെ സ്ക്വയറായിട്ട് നമ്മൾ ഇതിനെ മാറ്റി. ഇനി നമുക്ക് 8, 6, 8, 7 എഴുതി. ഇനി 8, 8, 8 അല്ലേ, കുറച്ച് ഗുണിതങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8, 8 കൂടെ നമുക്ക് എഴുതാം. 8ൻ്റെ ഗുണിതങ്ങളാണ് കേട്ടോ ഇതൊക്കെ. 8, 3, 24, 8, 4, 32, 8, 5, 40, 8, 6, 48, 8, 7, 56, 8, 8, 64. ഇനി 64നെ നമുക്ക് 2 വ്യത്യസ്തമായ രീതിയിൽ എഴുതാം. എങ്ങനെയൊക്കെ എഴുതാം? 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായിട്ട് ഇങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട് എഴുതാം. നേരത്തെ പറഞ്ഞ അതേ ട്രെൻഡ്. 7, 9, 11, 13, 15. അടുത്തതാരാ? 15 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 17 അല്ലേ? അടുത്തത് എന്താ? 5, 7, 9, 11, 13. സ്വാഭാവികമായിട്ട് അടുത്തതാരാ? 13 കഴിഞ്ഞ ഒറ്റ സംഖ്യ 15 സ്ക്വയർ. സ്ക്വയർ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ട്രെൻഡ് നോക്കാം. 5, 6, 7, 8, 9. അപ്പോൾ മിസ് അടുത്തത് എന്താ എഴുതേണ്ടത്? 10 സ്ക്വയർ എഴുതണം. ശരിയല്ലേ? 10 സ്ക്വയർ മൈനസ്, ഇവിടെ എന്താ വരിക? 1, 2, 3, 4, 5, 6 എഴുതാം അല്ലേ? അടുത്തത് 6. നിങ്ങൾ നോക്ക്, നമ്മളോട് ചോദ്യത്തിൻ്റെ തുടക്കം തന്നെ പറഞ്ഞത് എന്താ? 8ൻ്റെ തുടർന്നുള്ള ചില ഗുണിതങ്ങൾ കൂടി പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി 2 തരത്തിൽ എഴുതുക. നമ്മൾ 8ൻ്റെ കുറച്ച് ഗുണിതങ്ങൾ കൂടി നമ്മൾ 2 വ്യത്യസ്തമായ രീതികളിൽ എഴുതിയില്ലേ? 48ന് നമുക്ക് 13 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ എന്നും എഴുതാം. മറ്റൊരു രീതിയിൽ 8 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഓൾറെഡി തന്ന എക്സാമ്പിൾസിൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണ് ബാക്കി നമ്പർ കണ്ടുപിടിച്ചത് കേട്ടോ. അല്ലാതെ നമ്മളൊന്നും ചെയ്തതല്ല. 7, 9, 11, 13, 15, 17 അങ്ങനെ ഒറ്റ സംഖ്യ തുടർന്നു പോയി. അതേപോലെ ഇവിടെ 1, 2, 3 അല്ലേ, 4, 5, 6 അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ചോദ്യത്തിൻ്റെ ബാക്കി നോക്കാം. 24 മുതലുള്ള 8ൻ്റെ ഗുണിതങ്ങളെയെല്ലാം ഇങ്ങനെ 2 തരത്തിൽ എഴുതുന്ന രീതി ബീജഗണിതത്തിലൂടെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു 8ൻ്റെ ഗുണിതങ്ങളായ എല്ലാ നമ്പറിനെയും നമ്മൾ 2 വ്യത്യസ്തമായ രീതിയിൽ അല്ലേ? 24ന് നമുക്ക് 2 രീതിയിൽ ഇങ്ങനെ പൂർണ്ണവർഗ്ഗങ്ങളുടെ സ്ക്വയർ നമ്പറിൻ്റെ ഡിഫറൻസ് ആയിട്ട് വ്യത്യാസമാക്കി ഇങ്ങനെ കുറച്ച് എഴുതി. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ 2 രീതിയിൽ എഴുതാൻ പറ്റുന്നതെന്ന് ഓൾജിബ്ര ഉപയോഗിച്ച് തെളിയിച്ച് കൊടുക്കണം. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾക്ക് മുന്നേ നമ്മളൊരു ഇക്വേഷൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? 2 ക്ലാസ് മുന്നേ. ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? 4xy = x+y ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ലെങ്കിൽ ഓർക്കുക. മിസ് അന്ന് ബോക്സിലൊക്കെ ആക്കി തന്നിട്ടുണ്ട്. നമ്മൾ x+y ഹോൾ സ്ക്വയറും x-y ഹോൾ സ്ക്വയറിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 4xy. ബാക്കി ടേമൊക്കെ ക്യാൻസൽ ആയിപ്പോയി. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇതൊരു ഇക്വേഷനായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. 4xy = അല്ലേ, xy എന്ന് പറഞ്ഞാൽ എന്താ? 2 നമ്പർ. ആ നമ്പറുകൾ തമ്മിൽ കൂട്ടുന്നു, സ്ക്വയർ ചെയ്യുന്നു. ആ നമ്പറുകൾ തമ്മിൽ കുറയ്ക്കുന്നു, സ്ക്വയർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് അല്ലേ, അതിനെ മൊത്തത്തിൽ മൈനസ് ചെയ്യാം. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ ഒരു നമ്പർ എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക നമ്പർ മാത്രമായിട്ട് മാറൂലേ? x 5ഉം y 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 5 + 1 6 ആവില്ലേ? 6ൻ്റെ സ്ക്വയർ അല്ലേ? ഇവിടെ 5 - 1 4ൻ്റെ സ്ക്വയർ. ഈ ഒരു രീതിയിലല്ലേ ഇവിടെ ഉള്ള ഓരോന്നും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് 2 വ്യത്യസ്തമായ രീതിയിലുള്ള കിട്ടാനുള്ള കാരണമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് 24നെ നിങ്ങൾ ഇതേപോലെ
4xy എന്നുള്ള രീതിയിലൊന്ന് പറ. 4xy എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നറിയാം അല്ലേ? 4ൻ്റെ ഗുണിതങ്ങളാക്കി മാറ്റണം. നമുക്ക് 24 കിട്ടാൻ വേണ്ടിയിട്ട് 4 ഇൻറ്റു 6 ഇൻറ്റു 4ഉം 6ഉം ഗുണിച്ചാൽ എത്രയാ? 4 6 24. ശരിയല്ലേ? ഈ ഉത്തരം കിട്ടിയില്ലേ? പിന്നെ ഒരു ഒന്നുകൂടി എഴുതിയാൽ തെറ്റുണ്ടോ? ഏത് നമ്പറിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ എന്ത് തന്നെയാണ് വരിക? ആ നമ്പർ തന്നെയാണ്. അപ്പം 4 ഇൻറ്റു 6 ഇൻറ്റു 1 ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. 4 6 24. 24 ഇൻറ്റു 1 24 എന്ന് തന്നെ കിട്ടും. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4xy എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. 4xy എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നല്ലേ? അതേപോലെ ഇവിടെ നോക്ക്, 4 ഇൻറ്റു 6 ഇൻറ്റു 1 എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 4 ഇവിടെ 4 തന്നെ അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് 6ഉം വൈൻ്റെ സ്ഥാനത്ത് 1ഉം അല്ലേ? ശരിയല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് 4 6ഉം വൈൻ്റെ സ്ഥാനത്ത് 1ഉം. ഇനി നിങ്ങൾ ഇതിൻ്റെ വലതുഭാഗം അങ്ങോട്ട് എഴുതി കൊടുക്കുക. നമ്മുടെയൊക്കെ അറിയാവുന്ന ഇക്വേഷൻ 6xy = x + y ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്നല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏത് നമ്പറാണ് എഴുതിയത്? 6. ശരിയല്ലേ? അപ്പോൾ 4xy = ഇവിടെ നോക്ക് മിസ്, എക്സ് പ്ലസ് വൈ ഹോൾ അല്ലേ നമുക്ക് വേണ്ടത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്നാണ്. എക്സിൻ്റെ സ്ഥാനത്ത് ആരാ? എക്സിൻ്റെ സ്ഥാനത്ത് 6. അപ്പം എക്സ് പ്ലസ് വൈ എഴുതുന്നതിന് പകരം എനിക്ക് എന്തെഴുതാം? 6 + y എന്ന് എഴുതിക്കൂടെ? 6 + വൈക്ക് പകരം ആരാ? 1 അല്ലേ? അപ്പോൾ വൈക്ക് പകരം മിസ് എന്തെഴുതി? 1 എന്ന് എഴുതി. അപ്പോൾ 6 + 1 ഹോൾ സ്ക്വയർ മൈനസ് ഇട്ട് കൊടുത്തു. എക്സിന് പകരം 6, വൈക്ക് പകരം 1. അപ്പോൾ 6 - 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ശരിയല്ലേ? അതായത് ഇതിൻ്റെ ഇടത് ഭാഗം മറന്നു പോകരുതേ. അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതാം അല്ലേ? ഇവിടെ നമുക്കൊരു വരട്ട് വെക്കാം. അതവിടെ കഴിഞ്ഞു. ഓക്കെ. 6നോട് 1 കൂട്ടിയാൽ എത്ര? 6 1 7 എന്ന് വരും അല്ലേ? 6 1 കുറച്ചാലോ? 5 എന്ന് വരും. അപ്പോൾ 6 + 1 പകരം 7 സ്ക്വയർ മറന്നു പോകരുതേ. 6 - 1 പകരം 5 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പം നിങ്ങൾ നോക്ക്, അതായത് ഈ 24 എന്ന് പറയുന്ന നമ്പറിനെ മിസ് 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെയല്ലേ അവരും ചെയ്തത്? ഇവിടെ നോക്ക്, 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അല്ലേ? ആ രീതിയിൽ മാത്രമല്ല, 2 വ്യത്യസ്തമായ രീതിയിൽ എഴുതിയില്ലേ? അപ്പോൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു? 24ൻ്റെ 4ൻ്റെ ഗുണിതങ്ങളാക്കി മാറ്റി. കാരണം നമുക്ക് 4ൻ്റെ ഗുണിതം വെച്ചിട്ട് മൾട്ടിപ്പിൾ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. 4xy = x + y ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അപ്പം 4നെ ഫിക്സ് ആക്കി വെച്ചു. ബാക്കി 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 24 കിട്ടുക നോക്കാം. 4 × 6 24. പക്ഷെ നമുക്കൊരു വൈ കൂടെ ഉണ്ട് അല്ലേ? 4 × x × y അല്ലേ? അപ്പോൾ ഏത് നമ്പറിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയല്ലേ കിട്ടുക? അപ്പം മിസ് എന്ത് ചെയ്യുന്നു? 4 × 6 × 1 എന്ന് എഴുതുന്നു. അതിനെ കൊണ്ട് വലിയ ഉപദ്രവമല്ല. അപ്പം 4xy എന്നുള്ളൊരു ഫോമിലേക്ക് ഇത് വന്നില്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് 6ഉം വൈൻ്റെ സ്ഥാനത്ത് 1ഉം. അപ്പം നമുക്ക് ഈ വലത് ഭാഗത്ത് ഇക്വേഷനിൽ എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ രീതിയിൽ കിട്ടി. പക്ഷേ നമുക്കറിയാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് 2 വ്യത്യസ്തമായ രീതികളിൽ എഴുതാനാണ്. അപ്പോൾ ഒരു രീതി 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ കിട്ടിയ രീതി നമ്മളിവിടെ എഴുതി. അങ്ങനെയാണെങ്കിൽ 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എങ്ങനെയായിരിക്കും കിട്ടിയത്? ഇവിടെ നോക്ക്, 24ന് അവർ ഏതൊക്കെ രീതിയിൽ എഴുതി? 4 × 6 × 1. ഇങ്ങനെ മാത്രം ഗുണിച്ചാലാണോ നമുക്ക് 24 കിട്ടുക? നിങ്ങൾ പറ. 4ന് വേറെ ഏത് സംഖ്യ? 6 കൊണ്ട് ഗുണിച്ചാൽ 24. പിന്നെയോ വേറെ ഏതിനെ കൊണ്ടെങ്കിലും ഗുണിച്ചാൽ 24 കിട്ടുമോ? ചിന്തിച്ചോക്ക്. 6നെ കൊണ്ട് തന്നെ ഗുണിക്കാം. സംഭവം ശരിയാണ്. വേറെ ഒന്നിനെ കൊണ്ടും ഗുണിച്ചാൽ 24 കിട്ടൂടാ. ഈ 6നെ 2 വ്യത്യസ്തമായ രീതിയിൽ എഴുതിക്കൂടെ? 1 6 × 1. അല്ലാതെ ഈ 6നെ എങ്ങനെ മാറ്റി എഴുതാം? 3 × 2 ചെയ്താലും 6 തന്നെയല്ലേ? നമുക്ക് വേണ്ടത് 4 × x × y എന്നാണ്. ഇപ്പം 4 × 6 മാത്രം എഴുതിയിട്ട് കാര്യമില്ല, നമുക്ക് എക്സും വൈയും വേണം. അപ്പോൾ ഈ 6നെ മിസ് 2 രീതിയിൽ എഴുതി. 1 6 × 1. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4 × 6 4 6 24. ഈ 6 എന്ന് ഡയറക്റ്റ് എഴുതുന്നതിന് പകരം 3 × 2 എന്ന് എഴുതിക്കോടെ. 3 2 ഗുണിച്ചാലും എന്ത് തന്നെയാണ് കിട്ടുക? 6. അപ്പോൾ നിങ്ങൾ നോക്ക്, വീണ്ടും നമ്മൾ ഈ ഇക്വേഷനിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ 4xy എന്നുള്ളൊരു ഫോമിലേക്ക് വന്നില്ലേ? 4 × x × y. ഇവിടെ എക്സ് ആരാ പറ? 4 4 തന്നെ ആയിട്ടുണ്ട്. എക്സ് 3ഉം
വൈ 2ഉം. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ 24-നെ 2 വ്യത്യസ്തമായ രീതിയിൽ എഴുതി. ഇനി നമുക്കറിയാം x+y² - x-y², ആ ഒരു രീതിയിലേക്ക് മാറ്റിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആ രീതിയിലേക്ക് മാറ്റുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എക്സിൻ്റെ സ്ഥാനത്ത് 3ഉം വൈൻ്റെ സ്ഥാനത്ത് 2ഉം. എന്നാൽ നമുക്ക് എഴുതി നോക്കാം. x+y പകരം എന്തെഴുതാ? 3+2 അല്ലേ? എക്സ് 3ഉം വൈ 2ഉം അല്ലേ? ഓക്കെ, മൈനസ് അതേപോലെ ഇടുന്നു. പിന്നെ എന്തെഴുതുന്നു? 3 - 1² ശരിയാണല്ലോ അല്ലേ? ഇവിടെ സ്ക്വയർ ഉണ്ട്. 3നോട് 2 കൂട്ടിയാൽ എത്രയാ? 5. 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 2. അതായത് 5², ആ സ്ക്വയർ മറന്നു വരുത്, -2². സോറി, 3ൽ നിന്ന് 2ആണോ കുറയ്ക്കുന്നത്? ഇവിടെ എഴുതിയ ചെറിയൊരു മാറ്റമുണ്ട്. എടാ, 3ൽ നിന്ന് 2ആണോ കുറയ്ക്കുന്നത്? എക്സ് മൈനസ് വൈ അല്ലേ? ഇവിടെ വൈ എന്ന് പറയുന്നത് 2 അല്ലേ? അപ്പോൾ 3ൽ നിന്ന് 2 കുറയ്ക്കുന്നു. 3ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടുക? 1 അല്ലേ കിട്ടുക? ഇത് 5ഉം. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5² - 3ൽ നിന്ന് 2 കുറച്ചാൽ 1². അത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിചയം ഉണ്ടോ നോക്ക്. എവിടെയാണുള്ളത്? നമുക്ക് ഈ 24 അവർ തന്നെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 24-നെ 2 വ്യത്യസ്തമായ രീതിയിൽ, 1 7 - 5² അത് നമ്മൾ കണ്ടുപിടിച്ചു എങ്ങനെ വന്നു എന്ന്. അതേപോലെ 5 - 1² ഈ 2 രീതിയിലല്ലേ അവർ തന്നത്. അപ്പോൾ അതിൻ്റെ കാരണം കിട്ടിയോ? ഈ ഒരു ഇക്വേഷൻ കാരണമാണ് ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പം 4ൻ്റെ 8ൻ്റെ ഗുണിതം, ഏത് 8ൻ്റെ ഗുണിതം എടുത്തു കഴിഞ്ഞാലും അല്ലേ, 8ൻ്റെ ഗുണിതം എടുത്തു കഴിഞ്ഞാൽ 24-ന് മുകളിലുള്ളത് വേണേ, ഏത് ഗുണിതം എടുത്തു കഴിഞ്ഞാലും ഇതിനെ നമുക്കിങ്ങനെ 2 വ്യത്യസ്തമായ രീതിയിൽ എഴുതാം. ഇങ്ങനെ 2 എക്സും വൈയും 2 നമ്പറുകൾ വീതം കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സിനും വൈക്കും വ്യത്യസ്ത വിലകൾ കൊടുത്തൂടെ അല്ലേ? ഇവിടെ 6x1 എഴുതി, ഇവിടെ 3x2 എഴുതി. 2ലും 4 സെയിം ആട്ടോ, കാരണം നമ്മുടെ ഇക്വേഷനിൽ 4 വേണം. ബാക്കി എക്സും വൈയും മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയ ഇക്വേഷൻസ് കിട്ടി. അതിൽ നിന്ന് നമുക്ക് 2 വ്യത്യസ്തമായ രീതികളിൽ നിന്ന് എഴുതാൻ മനസ്സിലായല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ചോദിച്ചത്? എന്താ? 24 മുതലുള്ള 8ൻ്റെ ഗുണിതങ്ങളെയെല്ലാം ഇങ്ങനെ 2 തരത്തിൽ എഴുതുന്ന രീതി ബീജഗണിതത്തിലൂടെ വിശദമാക്കുക. ഇനി നമ്മൾ വേറെ ബീജഗണിതം ഉണ്ടാക്കാനൊന്നും പോകണ്ട. നമ്മൾ ഓൾറെഡി കഷ്ടപ്പെട്ട് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചൊരു ബീജഗണിതം ഉണ്ട്. 4xy = x+y² - x-y². ഈ ഒരൊറ്റ ആൾ കാരണമാണ് 8ൻ്റെ ഗുണിതങ്ങളെ ഇങ്ങനെ 2 രീതിയിൽ എഴുതാൻ പറ്റുന്നത്. അതിനൊരു എക്സാമ്പിളും കാണിച്ചു വന്നു. 4 × x × y പകരം 24 എന്ന് പറഞ്ഞ നമ്പറെ 4 × 6 × 1 എന്നും 4 × 3 × 2 എന്നും, ഇതെല്ലാം കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ 24 കിട്ടും. ഇതും ഗുണിച്ച് കഴിഞ്ഞാൽ 24 കിട്ടും. അപ്പോൾ 2 വ്യത്യസ്തമായ എക്സും, ഇവിടെ x 6 y 1, ഇവിടെ x 3 y 2. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ 2 വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് എഴുതാൻ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഈ 32 എടുത്താലും 40 എടുത്താലും ഒക്കെ നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. അപ്പോൾ ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ 8ൻ്റെ ഗുണിതം എല്ലാവരെയും കാര്യം നമ്മൾ പറഞ്ഞോ? ഒരിക്കലുമില്ല. നമ്മൾ 8ൻ്റെ ഗുണിതങ്ങളിലെ മൾട്ടിപ്പിൾസ് ഓഫ് 8നെ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അതും 24-ന് ശേഷമുള്ളവർക്ക് മാത്രം അല്ലേ? 24 മുതലല്ലേ അവർ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 24, 32, 40, പിന്നെ നമ്മൾ 48, 56, 64 നമ്മൾ എക്സാമ്പിൾ വെച്ച് ചെയ്തു. ഇത് എഴുതിയത് വേറെ മറ്റു രീതിയിലൊന്നും അല്ല കേട്ടോ. ഇവരെഴുതിയിട്ടുള്ള ഈ ട്രെൻഡ് അനുസരിച്ച് തന്നെ 7, 9, 11 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മിസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ 2 രീതിയിൽ എഴുതാൻ പറ്റുന്നു എന്ന് നമ്മൾ ഒരു എക്സാമ്പിൾ പോരെ, വേറെ എക്സാമ്പിൾ വരെ മിസ് കാണിച്ചു തരണോ? നമുക്ക് 32-ന് കൂടെ ഇതേപോലെ 2 വ്യത്യസ്തമായ രീതിയിൽ എഴുതിയതൊന്ന് നോക്കാം. 32-ന് അവർ ഏതൊക്കെ രീതിയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? 9² - 7² 6² - 2². ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമോ നോക്കാം. 32-ന് നമുക്ക് 4 × 8 എന്ന് എഴുതിക്കൂടെ? ശരിയല്ലേ? 4 × 8 32. പക്ഷേ നമുക്ക് ഒരു നമ്പർ പോരാ അല്ലേ, എക്സും വൈയും വേണം. അപ്പോൾ ഈ 8-ന് നമുക്ക് വ്യത്യസ്തമായ രീതികളിൽ എഴുതാം. 8 × 1 എന്ന് എഴുതിയാലും 8 തന്നെയല്ലേ? ശരിയല്ലേ? അപ്പോൾ എക്സിന് നമുക്ക് 8 ആയിട്ടും വൈന് 1 ആയിട്ടും എടുക്കാം. ഇനി 8-ന് പകരം 4-ന് മാറ്റാൻ പറ്റൂല കേട്ടോ. 8-ന് പകരം 8-ന് നമുക്ക് വേറെ ഏത് രീതിയിൽ എഴുതാം? 4 × 2 ചെയ്താൽ 8 അല്ലേ? ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ 4 ഇവിടെ കോമൺ ആയിട്ട് ഫിക്സ് ആയിട്ട് വെക്കുന്നു. 4 × 8 32.
8ന് പകരം നമുക്ക് 8 × 1 എഴുതാം, കാരണം 2 നമ്പറുകൾ വേണം. അപ്പോൾ 8 × 1 എന്നും എഴുതാം. പിന്നെ 8ന് നമുക്ക് 4 × 2 എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്തമായ രീതികളിൽ മിസ് എഴുതാണ്. നോക്കിക്കോ, 4 × 8 × 1. ഇവിടെ 8 എന്ന് പറയുന്നത് എക്സും അല്ലേ, 1 എന്ന് പറയുന്നത് വൈൻ്റെ സ്ഥാനത്തുമാണ്. അപ്പോൾ 4xy എന്നുള്ളൊരു ഫോമിലായില്ലേ. 4xy എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? x+y² - x - y². എക്സ് എന്ന് പറയുന്നത് 8 അല്ലേ. അപ്പോൾ x+y എന്ന് പറയുമ്പം 8 + വൈൻ്റെ സ്ഥാനത്ത് 1, അല്ലേ, 8 + 1² 8 - 1². അതാണ് ഇക്വേഷൻ. 8നോട് 1 കൂട്ടിയാൽ എത്ര വരും? 9. 8ൽ നിന്ന് 1 കുറച്ചാലോ? 7. അപ്പോൾ നോക്ക്, അവരെഴുതിയിരിക്കുന്ന ഒരു രീതി കിട്ടിയില്ലേ, 9² - 7² അല്ലേ. 32നെ നമ്മൾ അങ്ങനെ മാറ്റി എഴുതി. പക്ഷെ അങ്ങനെ മാത്രമാണോ? രണ്ട് വ്യത്യസ്തമായ രീതിയിൽ 6² - 2² എന്നുണ്ട്. അതെവിടുന്നാണ് വന്നത്? എടാ, ഈ 32നെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് 8 × 1 മാത്രമല്ല, 8നെ നമുക്ക് 4 × 2 എന്നും ആക്കിക്കൂടെ? അപ്പോൾ ഈ 32ന് പകരം 4 × 4 × 2 എന്ന് എഴുതിക്കൂടെ? ഈ ഫസ്റ്റത്തെ 4 ഫിക്സ് ആണ് അല്ലേ. ഇവിടെ 4xy എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. എക്സിൻ്റെ സ്ഥാനത്ത് 4ഉം വൈൻ്റെ സ്ഥാനത്ത് 2ഉം. ഇനി എന്ത് ചെയ്യുന്നു? x+y². അപ്പോൾ 4 + 2 2 -4 - 2 2. 4 + 2 എത്രയാ? 6² - 4 - 2 2². ശരിയല്ലേ? അതായത് നിങ്ങൾ നോക്ക്, ഈ രീതിയിലല്ലേ അവർ എഴുതിയത്, 6² - 2². ശരിയല്ലേ? അതിൽ തന്നെ 32ന് എഴുതിയ രീതികൾ ഏതൊക്കെയാ? 9² - 7² 6² - 2². ഇനി നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റൂല, 2 രീതിയിലേ പറ്റുള്ളൂ. അതായത് 8ൻ്റെ ഗുണിതങ്ങളെ, 24ന് ശേഷമുള്ള ഗുണിതങ്ങളെ നമുക്ക് 2 വ്യത്യസ്ത എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ, അതായത് വർഗത്തിൻ്റെ വ്യത്യാസമായിട്ട് എഴുതാം. കാരണം 4xy = x+y² - x - y². അപ്പോൾ 8ൻ്റെ ഗുണിതത്തിനെ നമുക്ക് 4 × 2 നമ്പറിൻ്റെ അല്ലേ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാം, ഗുണിതങ്ങളായിട്ട്. ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.